Hi friends, welcome to Malayalam's kitchen. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഉള്ളി സാമ്പാർ. ഞാനിപ്പം ഇതിനകത്ത് ഒരു ഉള്ളിത്തീയൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സവോള വെച്ചിട്ട് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. സവോളയും ചെറിയ ഉള്ളിയൊക്കെ വെച്ച് ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ സവോള വെച്ചാണ് ഞാൻ ഇത് ചെയ്തത്. ചെറിയ ഉള്ളി വെച്ചിട്ടാണെങ്കിലും സവോള വെച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു ഐറ്റം തന്നെയായിരുന്നു ഉള്ളിത്തീയൽ. എന്നാൽ ഉള്ളി സാമ്പാർ എന്ന് പറയുമ്പോൾ ഇതിന് ചെറിയ ഉള്ളി മാത്രമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇപ്പോൾ 1/2 കിലോ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 1/2 കിലോ ചെറിയ ഉള്ളിക്ക് ഏകദേശം 1/4 കപ്പോളം സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തുമര ഇത് എടുത്ത് ഞാൻ ഇപ്പോൾ കഴുകി വെച്ചിട്ടുള്ളതാണ്. അതിലേക്കൊരു 2 തക്കാളി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. കൂടാതെ പച്ചമുളക്, കറിവേപ്പില, പിന്നീട് നമുക്ക് സാമ്പാറിന് വേണ്ടുന്ന പൊടികൾ ഇത്രയാണ്. നമുക്ക് ഇതെല്ലാം കൂടി തന്നെ ഒരുമിച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേവിക്കാം. അതല്ല രണ്ടായിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഞാനിപ്പോൾ എന്തായാലും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രീതിയിലായതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് തന്നെ ചെയ്യാം. ഞാൻ അതിലേക്ക് നമ്മളിപ്പം കഴുകി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ സാമ്പാർ പരിപ്പിട്ട് കൊടുത്തു. അതിലേക്ക് തന്നെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ കറിവേപ്പില ഇപ്പോൾ 2 തണ്ട് കറിവേപ്പില, പച്ചമുളക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. പിന്നീട് എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടിയായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ സാമ്പാർ പൊടിയിലും മുളകൊക്കെ ആഡ് ചെയ്ത് വരുന്നതാണ്. അതനുസരിച്ച് മുളക് പൊടി ചേർക്കുക. ഇത് ബിരിയാണി മുളക് അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി എന്ന് പറയാം. അപ്പോൾ അതിൽ എരിവ് കുറവാണ്. അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ തൊട്ട് 1.25 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നീട് സാമ്പാർ പൊടി നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുക. ഞാനിപ്പം ഇതിലേക്കൊരു 3 ടീസ്പൂണോളം സാമ്പാർ പൊടി കൂടി ചേർക്കുന്നുണ്ട്. പിന്നീട് എക്സ്ട്രാ നിങ്ങൾ ചേർക്കേണ്ടത് കായം. എന്തായാലും കായം ഒരു എക്സ്ട്രാ ചേർക്കുന്നത് ഒരു സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതാണ്. ഒരു 1/4 പിഞ്ചോളം, ഒരു 2 നുള്ള ഒക്കെ ആയിട്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ജസ്റ്റ് വെള്ളം, പിന്നീട് ഉപ്പ്. ഉള്ളിയിൽ വെള്ളം ഉള്ളതാണ്, അപ്പോൾ അതനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്കിത് മുങ്ങിക്കിടക്കുന്ന അത്ര ക്വാണ്ടിറ്റിയിൽ വെള്ളം ചേർത്താൽ മതിയാകും. ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പുളി. അപ്പോൾ ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ട്, എന്നാലും നമുക്ക് കുറച്ച് പുളിക്കൊക്കെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയാണ് ഞാനിപ്പോൾ പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 വിസിൽ. കാര്യം നമുക്ക് സാമ്പാർ പരിപ്പും വേവണം, ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ സാമ്പാർ പരിപ്പിൻ്റെ വേവും കൂടെ ആയതുകൊണ്ട് നമുക്കൊരു 2 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതിന് മുൻപിട്ട് നമുക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം. പച്ച വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിക്കുമൊക്കെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് കിട്ടുകയും പെട്ടെന്ന് നമ്മുടെ സാമ്പാർ പരിപ്പ് വെന്ത് കിട്ടാനുമാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിനി ഒരു 2 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം 2 വിസിൽ കേട്ടു. ഞാൻ തീ ഓഫ് ചെയ്ത് അതിൻ്റെ പ്രഷറെല്ലാം പോയിട്ട് ഒന്ന് ജസ്റ്റ് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഞാൻ അപ്പോൾ നല്ലൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. തുമരയാണെങ്കിലും ചെറിയ ഉള്ളിയൊക്കെ ആയിട്ടും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കടുക് താളിച്ചിടണം. നമുക്കിനി അത് കടുക് താളിക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കൊന്ന് തീ കുറച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് സാമ്പാറിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട്. ചെറിയ ഉള്ളി വെച്ചിട്ട് സാമ്പാർ. ഇതൊരു കറക്റ്റ് പറഞ്ഞാൽ നമുക്ക് ആ ഉള്ളിയുടെ ഒരു മധുരം, ചെറിയൊരു മധുരവും
തക്കാളിയുടെ മധുരവും ആ ചെറിയൊരു പുളിപ്പും നമ്മൾ ഒഴിച്ച പുളിയുടെ ആ ഒരു പുളിപ്പും കൂടെയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഉള്ളി സാമ്പാർ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. ഇനിയിപ്പം കുട്ടികൾക്ക് സ്കൂളൊക്കെ ഓപ്പൺ ആയി വരികയാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കുവാനും കുട്ടികൾക്കും വളരെ ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ബൈ.